അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ടല്ലോ, എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുവാ? ഇൻഷാ അല്ലാ. തഫ്ഷാനെ മുത്തേ, ഞാനിതാ വന്നു കഴിഞ്ഞല്ലോ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫുള്ള് ലൈവിലാണല്ലോ അല്ലേ? വിശേഷം? അൽഹംദുലില്ലാ. എത്ര കാലത്ത് ആഗ്രഹം അതെ അതെ, കണ്ടുമുട്ടണം. മാഷാ അല്ലാ. സന്തോഷമായ പോയി ഇല്ലല്ല. ഇന്നലെ ഇറങ്ങി. അല്ലാ അല്ലാ യാദൽ ജലാലി ആലങ്ങൾ കൂടെയുണ്ണി. അല്ലാ അല്ലാ വാഹിദയാനൂരേ ഈമാന്റെ വഴി കാട്ടണി. ദിനമഞ്ചും തിരുമുന്നിൽ സുജൂദേകും ഹൃദയത്തിൽ വരം നൽകി തണലേകു റഹിമായോനേ. വരം നൽകി തണലേകു റഹിമായോനേ. അല്ലാ അല്ലാ യാദൽ ജലാലി ആലങ്ങൾ കൂടെയോനിയേ. വിക്റ് പൊങ്ങും രാത്രികൾ നിൻ മദിഹിലുണരും സുബഹികൾ. അടിമകൾ കുടയോനവൻ അഖിലം പടച്ചവനാണവൻ. വിക്റ് പൊങ്ങും രാത്രികൾ നിൻ മദിഹിലുണരും സുബഹികൾ. അടിമകൾ കുടയോനവൻ അഖിലം പടച്ചവനാണവൻ. അല്ലാഹ് അഹദേ യാ തവ്വാബല്ലാഹ്. അല്ലാഹ് സമദേ യാ ഹകീമല്ലാഹ്. നമുക്ക് ഈ ദുനിയാവ് എന്ന് പറയുന്നത് കുറച്ചും നമുക്ക് അത്രയും കഞ്ഞി തന്നതാണ് അല്ലേ? അപ്പോൾ അത് പൂർണ്ണമായി നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാന്നുള്ളതാണ്. അതിന് മനസ്സമാധാനത്തിൽ പോയിട്ട് കബറിൽ കിടക്കുക. ആകെ ഒരു കുഞ്ഞു ഹ്രസ്വമായ ജീവിതം, അതെ. അതിൽ ടെൻഷൻ ഉണ്ടാകാനുള്ള വഴി അങ്ങോട്ട് തേടി പോവാ മനുഷ്യർ. സമാധാനിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ടെൻഷൻ അടിക്കാനുള്ള വഴി അങ്ങോട്ട് പോയി തേടി പോവാ. അതെ അതെ. സ്വലാത്തിന്റെ ഫضل പറയുന്നത് നിങ്ങൾ അല്ല, സ്വലാത്ത് ചെല്ലിയത് മുതലാതെ ഞാൻ പുറം കാഴ്ചകൾ കാണാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓ പിന്നെ ഞാൻ ഒരു 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായിരുന്നു. അവിടുന്ന് ഞാൻ ഒരുവിധം എൻ്റെ ഉമ്മ പറയും, ഞാനിപ്പം പോകാത്ത രാജ്യം, മക്കി രാജ്യവും സ്ഥലമൊന്നും അറിയില്ല, എന്നാലും ഉമ്മ പറയും എൻ്റെ മോനെക്കൊണ്ട് ഞാൻ പല രാജ്യവും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സന്തോഷമാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടല്ലേ? അതെ അതെ. അല്ലാഹു പൊരുത്തപ്പെടുന്നതാക്കട്ടെ. ഒരുപാട് നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ, പരലോകത്തും ലോകത്തൊക്കെ ഗുണമുള്ള രീതിയിലായി മാറ്റും. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു നിർവൃതിയാണ് ദിവസത്തിന്. എത്ര കാലത്തെ ആഗ്രഹമാണെന്നറിയോ അല്ലേ? നമ്മുടെ രണ്ടുപേരെയും ഒന്ന് കണ്ടുമുട്ടാനുള്ള, നമ്മൾ ഇത്രയും ദൂരെയൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. എന്തായാലും പെരുന്നാൾ കഴിഞ്ഞപ്പം അല്ലേ തീരുമാനിച്ചു, എന്തായാലും പെരുന്നാൾ കഴിഞ്ഞാൽ ആദ്യം പോകുന്നതിൻ്റെ തഫ്ഷാൻ്റെ കരിക്. വലിയ സന്തോഷമാണ് ഈ മനുഷ്യൻ്റെയൊക്കെ. അതായത് ഇവർ തീർക്കുന്നൊരു ലോകമുണ്ട്, പോസിറ്റീവായ ലോകം. നമ്മളൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ്, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സ്വയം സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ തഫ്ഷാനെ പോലുള്ള ഒരാൾ, തഫ്ഷാൻ എന്ത് പ്രശ്നമല്ലേ? ഒരു പ്രശ്നവും ഇല്ല തഫ്ഷാൻ. സുന്ദരൻ, സുമുഖൻ. അൽഹംദുലില്ലാ. ഈ ഒരു മൊബൈലിൽ വെച്ചോണ്ട് എന്തെല്ലാം മോട്ടിവേഷൻ വീഡിയോസുകളായി എന്നറിയാം. അത്ഭുത മനുഷ്യന്മാരാ. ഇവരോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ നമ്മളൊക്കെ വേറൊരു ലോകത്തായി മാറും. എന്തൊരു സന്തോഷം എന്നറിയാം. ഒരു പരാതിയില്ല, ഒരു പരിഭവം ഇല്ല. പറയാനുള്ളത് മുഴുവനും ചിന്തോദീപകമായ, മുന്നോട്ട് നയിക്കാൻ പ്രേരകമായ വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും പറഞ്ഞു മുത്തേ. ഞാൻ ഇത്ര പെട്ടെന്ന് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരുന്നു പറഞ്ഞതാണ് ഉസ്താദ്. ആ വാക്ക് പാലിച്ചു. മാഷാ അല്ലാഹ്. ഒരുപാട് സന്തോഷം ഉസ്താദ്. എനിക്ക് വേണ്ടി ഇഹലോകത്തും പരലോകത്തും ദീനിനും കുടുംബത്തിനും ഗുണമുള്ള ആളാവാൻ വേണ്ടി ദുആ ചെയ്താൽ മതി. എനിക്ക് അതേ വേണ്ടു. അല്ലേ? നമുക്ക് ഈ ലോകം മാത്രമല്ലല്ലോ, എല്ലാം വേണം. അനുഗ്രഹം ഉണ്ടെങ്കിൽ അതും ആവുമല്ലേ? അല്ലാഹു തആല നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ അവിടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.